നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജിയും തർക്കങ്ങളും വിവാദമായി പുകയുകയാണ്. അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഈ കൂട്ടരാജിയോടെ രൂപപ്പെട്ടിരിക്കുന്നത്. സംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വരവ് ചെലവ് കണക്കുകളെയും പ്രവർത്തനങ്ങളെയും ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള 17 അംഗ ഭരണസമിതി രാജിവെച്ചത് വലിയ പ്രതിസന്ധികൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. രാജിയോടെ സംഘടനയുടെ ഭരണം അഡ്ഹോക്ക് കമ്മിറ്റിയെ ഏൽപ്പിച്ചെങ്കിലും ഭരണസമിതി അംഗങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് സ്ഥാനവും അംഗത്വവും രാജിവെച്ച ശ്വേതാ മേനോൻ ഇതുവരെയും ഔദ്യോഗികമായി രാജിവെച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അഡ്ഹോക്ക് കമ്മിറ്റിയുടെയും അമ്മയിലെ ദൈനംദിന കാര്യങ്ങളുടെയും പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അമ്മയിൽ നിലവിൽ രൂപീകരിച്ച അഡ്ഹോക്ക് കമ്മിറ്റിക്കെതിരെ കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ നേടിയെടുത്ത വിവരം പങ്കുവച്ച് നടി ശ്വേതാ മേനോൻ രംഗത്തെത്തിയിരുന്നു. സംഘടനയെ പിൻവാതിലിലൂടെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ശ്വേത തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്ക് കരുത്തായി നിന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും ശ്വേതാ മേനോൻ നന്ദി അറിയിക്കുകയും ചെയ്തു. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ശ്വേതാ മേനോന്റെ പ്രതികരണം. ശരിക്കും അമ്മയുടെ കമ്മിറ്റിയിൽ വരാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെപ്പോലെ ഇലക്ഷനിൽ മത്സരിച്ചാണ് വരേണ്ടത്, അല്ലാതെ പിൻവാതിലിലൂടെയോ ഓടി ഒളിക്കുകയോ അല്ല എന്നാണ് ശ്വേതാ മേനോൻ എഴുതിയിരിക്കുന്നത്. ശ്വേതാ മേനോന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: സത്യമേവ ജയതേ. അമ്മയിലെ ചില തർക്കങ്ങൾ മുതലെടുത്ത് അമ്മയെ ഹൈജാക്ക് ചെയ്യാനുള്ള ചിലരുടെ ശ്രമം കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ്. രാജിവെക്കരുതെന്നും എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും പോരാടണമെന്നും എന്നോട് പറഞ്ഞ മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഈ പോരാട്ടത്തിൽ എനിക്കൊപ്പം ഉറച്ചു നിന്ന എല്ലാ അമ്മ മെമ്പർമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓടിളക്കി വന്ന 10-15 പേരല്ല അമ്മ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. അമ്മയുടെ ഭൂരിപക്ഷം മെമ്പേഴ്സാണ് അത് തീരുമാനിക്കേണ്ടത്. ശരിക്കും അമ്മയുടെ കമ്മിറ്റിയിൽ വരാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെപ്പോലെ ഇലക്ഷനിൽ മത്സരിച്ചാണ് വരേണ്ടത്, അല്ലാതെ പിൻവാതിലിലൂടെയോ ഓടിളക്കിയോ അല്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ശ്വേതാ മേനോൻ പറഞ്ഞത്. എന്നാൽ ശ്വേതയുടെ കുറിപ്പിന് പിന്നാലെ പ്രതികരണവുമായി അൻസിബ രംഗത്തെത്തിയിരുന്നു. ശ്വേതാ മേനോൻ രാജിവെക്കേണ്ട എന്ന് മമ്മൂട്ടിയും മോഹൻലാലും പറഞ്ഞുവെന്ന കാര്യത്തിൽ വിശ്വാസമില്ല എന്നാണ് അൻസിബ ഹസൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയും മോഹൻലാലും നേരിട്ട് പറയണമെന്നും അൻസിബ കൂട്ടിച്ചേർത്തു. ടിനി ടോമിനെതിരായ പരാതിയിൽ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ മൊഴി രേഖപ്പെടുത്താൻ എത്തിയപ്പോഴാണ് അൻസിബ ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, മതവികാരം വ്രണപ്പെടുത്തി തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളിലാണ് ടിനി ടോമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുക്കാൻ തയ്യാറായത്. രമേശ് പിഷാരടി അല്ല എന്നോട് മാപ്പ് എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടത്. അത് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ വ്യക്തമാകാതെ പോയതായിരിക്കും. അമ്മയിലെ തർക്ക പരിഹാരത്തിന് രമേശ് പിഷാരടി എന്നോട് സംസാരിക്കുകയും അവർ പറഞ്ഞത് പ്രകാരം മാപ്പിന്റെ കാര്യം സംസാരിക്കുകയുമായിരുന്നു. എന്നോട് മാപ്പെഴുതി തരണമെന്ന് പറഞ്ഞത് എതിർകക്ഷികളാണ്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർ എന്ന വാക്ക് ചേർത്തിരുന്നില്ല. അതാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയത്. ശ്വേതാ മേനോന്റെ വാക്കുകളിൽ എനിക്കൊരു വിശ്വാസവുമില്ല. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ മമ്മൂക്കയും ലാലേട്ടനും പരസ്യമായി വന്ന് പറയട്ടെ. പ്രാഥമിക അന്വേഷണം വന്നപ്പോൾ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അതേ മൊഴി തന്നെയാണ് വീണ്ടും കൊടുക്കാൻ പോകുന്നത് എന്നായിരുന്നു അൻസിബയുടെ വാക്കുകൾ. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചതിനെ തുടർന്ന് സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ചുമതല ഏറ്റെടുത്ത അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പ്രവർത്തനം തുടരുന്നതിൽ കോടതി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശ്വേതയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം തുടരാനും എറണാകുളം മുൻസിഫ് കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ നിന്ന് രമേശ് പിഷാരടി രാജിവെച്ചു. അതേസമയം അൻസിബ ഹസനെതിരെ നടന്ന ക്രൂരമായ വ്യക്തിഹത്യകളെയും സൈബർ അധിക്ഷേപങ്ങളെയും നേതൃത്വം ബോധപൂർവം പിന്തുണച്ചിരുന്നതായി നടി ഉഷാ ഹസീന വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടൻ അനൂപ് ചന്ദ്രൻ അൻസിബയെ അധിക്ഷേപിച്ച അതിരൂക്ഷമായ വീഡിയോ പുറത്തുവിട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ മടിച്ച അന്നത്തെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ അങ്ങനെ തന്നെ വേണം, അത് നന്നായി പോയി, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുകയാണ് ചെയ്തതെന്നും ഉഷാ ഹസീന പറഞ്ഞു. സംഘടനയ്ക്കുള്ളിൽ സഹപ്രവർത്തകരുടെ സ്വകാര്യ ഫോൺ സംഭാഷണങ്ങൾ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഈ ഭയപ്പെടുത്തുന്ന രാഷ്ട്രീയം കാരണം അമ്മയിലെ അംഗങ്ങളെല്ലാം വലിയ ഭീതിയിലാണെന്നും ഉഷാ ഹസീന മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നടൻ രമേശ് പിഷാരടിയുടേതെന്ന പേരിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഫോൺ സംഭാഷണം ഇതിന്റെ ഭാഗമാണെന്നും അവർ വെളിപ്പെടുത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അൻസിബയെക്കുറിച്ച് നമ്മുടെ അനൂപ് ചന്ദ്രൻ വളരെ മോശമായ രീതിയിൽ ഒരു വീഡിയോ ഇറക്കിയിരുന്നുവെന്നും ആ വീഡിയോയെക്കുറിച്ച് ശ്വേതാ മേനോനോട് നമ്മൾ സംസാരിച്ചതാണ്. നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരു ലേഡി ആർട്ടിസ്റ്റിനെ വരെ അന്ന് ശ്വേതയോട് പറഞ്ഞു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വളരെ മോശമായി പോയി. ആ കുട്ടി മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന്. എന്നാൽ അന്ന് അത് കേട്ടപ്പോൾ ശ്വേത പറഞ്ഞത്,
എനിക്ക് വളരെ സന്തോഷമായി, അങ്ങനെ തന്നെ വേണം, അത് നന്നായി പോയി എന്നാണ്. അതിനുശേഷമാണ് അൻസിബയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്നും അൻസിബ തന്നെ അത് പിന്നീട് വിശദീകരിക്കും. കഴിഞ്ഞ ദിവസം അവർ ചെയ്തത് വളരെ മോശമായ ഒരു കാര്യമാണെന്നും എന്താണ് അവർ ചെയ്തത്, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം പൂർണ്ണ വിശ്വാസത്തോടെ വളരെ വ്യക്തിപരമായി സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പാണ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ഓഡിയോ ക്ലിപ്പിൽ പല ഭാഗത്തും അവർ സംസാരിച്ച ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. രമേശ് പിഷാരടി സംസാരിച്ചത് മാത്രമാണ് അതിൽ മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ അതൊരു കുറ്റകൃത്യമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും വലിയ ഭയത്തിലാണ്. കാരണം എല്ലാ വീഡിയോ ക്ലിപ്പുകളും ഓഡിയോ ക്ലിപ്പുകളും തങ്ങളുടെ കയ്യിലുണ്ടെന്നും അവർ ആ ഓഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. തങ്ങളോട് സംസാരിച്ചവരുടെയൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു വയ്ക്കുന്നത് തീർത്തും തെറ്റായ ഒരു രീതിയാണ്. പ്രത്യേകിച്ച് ഒരു സംഘടനയെ നയിച്ചുകൊണ്ടുപോയ ആളാണ് അവർ. പല സാഹചര്യങ്ങളിലും പലർക്കും അവരോട് സംസാരിക്കേണ്ടതായി വന്നിട്ടുണ്ടാവും. അതൊക്കെ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അതൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പ്രയോഗിക്കുന്ന രീതി ഒട്ടും ശരിയല്ല എന്നും ഉഷാ ഹസീന പറഞ്ഞു. താരസംഘടന അമ്മയിലെ പവർ ഗ്രൂപ്പ് ഇപ്പോൾ ശ്വേത ഗ്രൂപ്പാണെന്ന് നടി മാലാ പാർവതിയും പറഞ്ഞു. വലിയ നടന്മാരെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനാണ് ശ്വേതയുടെ ശ്രമം. സർക്കാരിൽ നിന്ന് അൻസിബയ്ക്ക് പിന്തുണ കിട്ടിയിട്ടില്ല. അൻസിബ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഒറ്റപ്പെടുത്തിയെന്നും അമ്മയിൽ ജനാധിപത്യമില്ലെന്നും മാലാ പാർവതി മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മ 500-ലധികം അംഗങ്ങളുള്ള സ്റ്റേബിളായ സംവിധാനമാണെന്ന് മാലാ പാർവതി പറഞ്ഞു. ഇതിന് പണം കണ്ടെത്താൻ വേറെ വഴി നോക്കേണ്ടതില്ല എന്നും മാലാ പാർവതി കൂട്ടിച്ചേർത്തു. ശ്വേത പറഞ്ഞതിനെ മുഖവിലക്കെടുത്തിട്ടില്ല. പവർ ഗ്രൂപ്പ് എന്നും ഹേമ കമ്മിറ്റിയിൽ പറയുന്നത് മോഹൻലാൽ മമ്മൂട്ടി അടക്കം ഉള്ള രീതിയിലാണ് മനസ്സിലാക്കിയത്. ഇന്നലെ ശ്വേത പറഞ്ഞത് മോഹൻലാലും മമ്മൂട്ടിയും തനിക്കൊപ്പം എന്നാണ്. ഇന്ന് പറയുന്നത് പവർ ഗ്രൂപ്പ് തനിക്ക് എതിരെന്ന്. ഇതെങ്ങനെ നടക്കും എന്നാണ് മാലാ പാർവതി ചോദിച്ചത്. രമേശ് പിഷാരടിയുടെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മാലാ പാർവതി ആരോപിച്ചു. കോടതിയിൽ രേഖയെ സാധൂകരിക്കാൻ വേണ്ടിയാണത്. കണക്ക് ചോദിക്കുമ്പോൾ ശ്വേത സ്ത്രീ കാർഡ് എടുക്കുന്നുവെന്നും മാലാ പാർവതി പറഞ്ഞു. സിനിമാ മന്ത്രിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ പോലീസിൽ നിന്നോ അൻസിബയ്ക്ക് പിന്തുണ ലഭിച്ചില്ല എന്ന് മാലാ പാർവതി പറഞ്ഞു. മാധ്യമങ്ങൾ പോലും പിന്തുണയ്ക്കുന്നില്ല. ശ്വേത പണവും പവറും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു. ഭരണസമിതിയാൽ വേട്ടയാടപ്പെട്ട 4 വനിതകളാണ് ഇന്നലെ പ്രതികരിച്ചതെന്നും മാലാ പാർവതി പറഞ്ഞു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.